എറണാകുളം കിഴക്കമ്പലം ബസ് സ്റ്റാൻഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. പോലീസ് സംരക്ഷണയിൽ നിർമ്മാണ പ്രവർത്തനം തുടരില്ല. CPM നൽകിയ ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് നിർമ്മാണ പ്രവർത്തനം നിർത്തിവെച്ചത്. ബസ് സ്റ്റാൻഡിൽ പ്രൈവറ്റ് ബസ്സുകൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് CPM സ്ഥാപിച്ച ബസ് ഷെൽട്ടർ പൊളിക്കരുതെന്നുമാണ് ഹർജിയിലെ ആവശ്യം. നിതിൻ സേവ്യർ നിതിൻ, ഇതെന്താണ് തർക്കം? അജിൻസ്, 4 വർഷം മുൻപാണ് കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ബസ് സ്റ്റാൻഡ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇതിനെ തുടർന്ന് ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറ്റാൻ സാധിക്കില്ലെന്ന് ആരോപിച്ച് CPM ബസ് സ്റ്റാൻഡിനകത്ത് കടന്നു കയറി താൽക്കാലികമായ ഒരു ഷെൽട്ടർ സ്ഥാപിച്ചിരുന്നു. ഇതിനെതിരെ കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് നൽകിയ ഹർജിയിലാണ് പോലീസ് സംരക്ഷണ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടത്. ജനാധിപത്യത്തിന് മേൽ ആൾക്കൂട്ടാധിപത്യം അനുവദിക്കാനാവില്ല എന്നായിരുന്നു കോടതി ഇതിനോടൊപ്പം പറഞ്ഞിരുന്നത്. ഇതിനെ തുടർന്ന് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് ചുറ്റും ഇന്നലെ രാത്രി ഒരു താൽക്കാലിക ബാരിക്കേഡ് നിർമ്മിക്കുകയും പോലീസ് സംരക്ഷണയിൽ നവീകരണ പ്രവർത്തനങ്ങൾ ഇന്നു മുതൽ പുനരാരംഭിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. പക്ഷേ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ കിഴക്കമ്പലം എസ്എച്ച്ഒയുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹവും ഒപ്പം തന്നെ മേൽനോട്ടം വഹിക്കാൻ മജിസ്ട്രേറ്റും എത്തിയിരുന്നു. പക്ഷേ താൽക്കാലിക ഷെൽട്ടർ പൊളിച്ചാൽ അത് തടയുമെന്നായിരുന്നു CPM പ്രവർത്തകർ പറഞ്ഞിരുന്നത്. വലിയ തോതിൽ CPM പ്രവർത്തകരും CITU തൊഴിലാളികളും ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. തുടർന്നാണ് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ CPM ഒരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ട്. ഈ ഹർജി കൂടി പരിഗണിച്ച ശേഷം മാത്രം താൽക്കാലിക ഷെൽട്ടർ പൊളിച്ചാൽ മതി എന്ന് പോലീസ് തീരുമാനിച്ചത്. അതിനെ തുടർന്ന് പോലീസും മജിസ്ട്രേറ്റും സ്ഥലത്ത് നിന്ന് മടങ്ങുകയായിരുന്നു. പക്ഷേ കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികൾ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയർത്തിയത്. CPM ഗുണ്ടകളെ പോലെയാണ് പെരുമാറുന്നതെന്നും ഈ ഗുണ്ടകൾക്കെതിരെ പ്രവർത്തിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും കോടതി വിധി അംഗീകരിക്കാനും നടപ്പിലാക്കാനും പോലീസ് ശ്രമിക്കണമെന്നുമായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ നാടകം CPM നടത്തുന്നതെന്നും അവർ പറഞ്ഞിരുന്നു. ഏതായാലും നാളെയാണ് CPM നൽകിയിരിക്കുന്ന തടസ്സ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ നടക്കുക. അജിൻസ്.